لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. പ്രിയ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സുഫിൽ ഒരുപാട് ഗുണവും കാണുന്നുണ്ട്. ആ പിറകിൽ ഇരിക്കുന്ന ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സുഫിലേക്ക് കയറിയിട്ടുണ്ട്. ആ മൂന്നാമത്തെ സുഫ് പൂർത്തിയായിട്ടില്ല. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തെ നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ സ്വർഗ്ഗം അതങ്ങനെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നുമില്ല. പിന്നെ ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കുന്നത്? തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾക്ക്, ധർമ്മനിഷ്ഠയോടുകൂടി ജീവിച്ച ആളുകൾക്ക്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ വൈവിധ്യമാർന്ന അവിടുത്തെ സംഭവ വികാസങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചതായി കാണുവാൻ കഴിയും. അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്, പക്ഷേ അതാർക്കുള്ളതാണ്? തഖ്വയുള്ള ആളുകൾക്കാണ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു തഖ്വയെ ആർജിച്ചെടുക്കുവാൻ ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഉണർത്തുകയാണ്. അല്ലാഹു പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും وجنة عرضها السماوات والأرض أعدت للمتقين.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗം നേടിയെടുക്കുവാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് വരുവീൻ. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പാപമോചനം. വിശ്വാസികളെ, പാപങ്ങൾ ജീവിതത്തിൽ വരാത്ത ആളുകളില്ല, തെറ്റുകൾ സംഭവിക്കാത്ത ആളുകൾ മനുഷ്യരല്ല. തെറ്റുകൾ സംഭവിച്ച അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കരഞ്ഞ കണ്ണോടുകൂടി, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ നീ എനിക്കൊരു അവസരം നൽകിയാൽ ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങിയില്ല റബ്ബേ എന്നല്ല ആ ഒരു തുടർപ്രതിജ്ഞയെടുത്ത് നേരായ മാർഗത്തിൽ പോകുന്നവനാണ് വിശ്വാസി. പിന്നെ അല്ലാഹു പറഞ്ഞതെന്താ? വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വരുവീൻ. അതെ, ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുമാർ ആവേശത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ മുന്നോട്ട് വരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു ജുമഅക്ക് മാത്രം തഖ്വ പോരാ, ഒരു മാസത്തിൽ തഖ്വ പോരാ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിമിഷങ്ങളിൽ മുഴുവനും സ്വർഗ്ഗമാണ് ലക്ഷ്യം. കുടുംബത്തിലൂടെ സ്വർഗ്ഗം, സമ്പത്തിലൂടെ സ്വർഗ്ഗം, മക്കളിലൂടെ സ്വർഗ്ഗം. നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിനക്ക് എന്ത് നിഅമത്ത് നൽകുന്നുണ്ടോ അവിടെയെല്ലാം നീ ലക്ഷ്യം വെക്കേണ്ടത് സ്വർഗ്ഗമായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പല കാര്യങ്ങളും അല്ലാഹുവോട് പ്രാർത്ഥിക്കലുണ്ട്, അല്ലേ? പക്ഷേ എന്റെ മക്കളുടെ ഭാവി നന്നാക്കി കൊടുക്കണേ, പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എന്റെ ഉമ്മച്ചിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, റിസ്കിൽ നീ ബർക്കത്ത് ചെയ്യണമേ, പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവോട് പ്രാർത്ഥിച്ചു പോയോ നമ്മൾ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, പടച്ചോനെ, ആ സ്വർഗ്ഗം നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ചോദിക്കാൻ സാധ്യമാകണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിന് അവകാശപ്പെട്ട ആളുകളുടെ പ്രത്യേകത റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, തിൽകൽ ജന്നത്തുൽ ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തെ അനന്തരാവകാശമായി കൊടുക്കുന്ന, അഥവാ അവകാശമായിട്ട് കൊടുക്കുന്ന ആർക്കാണ്? സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, സൂക്ഷ്മതയോടുകൂടിയിട്ടുള്ള ജീവിതം ദുനിയാവിലാണ് നടക്കേണ്ടത്, അല്ലെ? നോക്കൂ നിങ്ങൾ, ഇന്നലെ അഹമ്മദാബാദിൽ നമ്മൾ കേട്ട ഒരു വിമാന ദുരന്തം. വിശ്വാസികളായ നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാർത്തയാണിത്. 242 പേർ ഉൾക്കൊള്ളുന്ന ഒരു യാത്രാ വിമാനത്തിൽ നിന്നും വളരെ അത്ഭുതകരമായ ഒരു മനുഷ്യൻ, 1-2 മനുഷ്യർ മാത്രം രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വന്നത്. ഒരുപാട് ആളുകൾ ഇന്നും അതിന്റെ ഭീതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കയറിയിരിക്കുന്ന വാഹനം ഒരു അപകടത്തിലേക്കാണ് തുനിയാൻ പോകുന്നത് എന്ന് ഒരു വ്യക്തിക്ക് പോലും അറിയില്ല, ഒരു വ്യക്തിക്ക് പോലും അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ആരെങ്കിലും ആ വിമാനത്തിൽ സഞ്ചരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇല്ലല്ലോ. 1000 അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലേറി നടന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രയാസത്തോടുകൂടി ജീവിതത്തെ കൊണ്ടുപോകുന്ന പല ആളുകളും അതിൽ പെട്ടിട്ടുണ്ട്. പല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പാഠമുണ്ട്. എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഞാൻ ഈ ലോകത്തോട് വിട പറയേണ്ടവനാണ്. അതിന്റെ മുമ്പേ ഞാൻ എന്റെ ഈമാനിനെ ഒന്ന് ഉണർത്തേണ്ടതുണ്ട്. എന്റെ തഖ്വയെ, എന്റെ സൂക്ഷ്മതയെ ഞാൻ ഒന്ന് മികവത്തോടുകൂടി കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് സ്വർഗ്ഗം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, ഏറ്റവും വലിയ സമ്മാനമാണ്. എന്നാൽ സ്വർഗ്ഗം ഒരു സൗഭാഗ്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നരകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് എങ്കിൽ അത് ഏറ്റവും വലിയ ദുർഭാഗ്യമാണ്.
നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിനെ ആഗ്രഹിച്ചതിന് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളുടെ ആ പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയാണ്, മസലുൽ ജന്നത്തി ലതി വഇദൽ മുത്തഖൂൻ, സൂക്ഷ്മതമായിരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വർഗ്ഗത്തിന്റെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മള് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഭർത്താവ് ഭാര്യയോട് വിളിച്ചു പറയുകയാണ്, മോനെ നിങ്ങൾക്കൊക്കെ ഇവിടെ സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെയാണ്. ഒന്നുകൂടി നന്നാക്കി ഭർത്താവ് പറയുകയാണ്, മോളെ ഇവിടെ എനിക്ക് സ്വർഗമാണ് എന്ന് പറഞ്ഞ എന്താ അവസ്ഥ? എനിക്കിവിടെ സുഖമാണ്. പക്ഷേ ആ സ്വർഗം നല്ല പ്രിയപ്പെട്ടവരെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല, ഒരു കൽബും ഇതുവരെ ചിന്തിച്ച് അവിടെ എത്തിയിട്ടില്ല. ആ സ്വർഗത്തിന്റെ പ്രത്യേകത പഠിപ്പിച്ചു തരികയാണ്. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, അതിൽ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട്, ശുദ്ധമായ തടാകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ചിട്ടുണ്ട്. വൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം വരാത്ത വെള്ളത്തിന്റെ അരുവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ടുണ്ട്. വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ അരുവികളും അല്ലാഹു അവിടെ വെച്ചിട്ടുണ്ട്. ദുനിയാവിലെ പെണ്ണിനെ ഒഴിവാക്കിയവൻ അഥവാ ഹലാലല്ലാത്ത രൂപത്തിൽ ഹറാമായ ജീവിതത്തിലൂടെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആണിനെ സംബന്ധിച്ചിടത്തോളം അമിതത്തിലൂടെ സുഖവും സൗഖ്യവും നേടുന്നവർക്ക് അവിടുന്ന് കിട്ടുന്നില്ല. ഇവിടെ നിന്ന് മദ്യപിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് കിട്ടുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് അകലെയല്ലാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗം അടുത്ത് കൊണ്ടുവരപ്പെടുന്നതാണ്. അവർക്ക് ദൂരെ ആകാതെ അടുത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തെ കൊണ്ടുവരുമെന്നുള്ളതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം? ആ വിശ്വാസികൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു. എല്ലാ ഖുതുബകളിലും, എല്ലാ പ്രഭാഷണങ്ങളിലും, എല്ലാ ഇൽമിന്റെ ചർച്ചകളിലും നമ്മൾ കേൾക്കുന്ന ഒരു വചനമുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, ആ സൂക്ഷ്മത ജീവിതത്തിൽ കടന്നു വരണം. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിയേറെ പരലോകത്തെയും സ്വർഗ്ഗത്തെയും നരകത്തെയും ആലോചിച്ച് കരഞ്ഞിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ ഖബർ കാണുമ്പോൾ ധാരാളമായി കരഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, ഞാൻ പോയി കുളിക്കേണ്ടുന്ന എന്റെ ഖബർ, എന്റെ പരലോകം, എന്റെ വിചാരണ, പടച്ചോനെ എന്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ആലോചിച്ച് കരയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഒരു സ്വഹാബി രാത്രി കിടക്കാൻ നിൽക്കുന്ന സന്ദർഭമാണ്. നമ്മൾ ആലോചിക്കണം, അങ്ങനെ കിടക്കാൻ നിൽക്കുന്ന നേരത്ത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും വളരെ പ്രയാസത്തോടുകൂടി കിടക്കുന്ന ഒരു രംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത്? കുറെ സമയമായല്ലോ, കുറെ നേരമായല്ലോ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുന്നു, എന്താണ് ഉറങ്ങാത്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, തദക്കർതു വൽ ജന്നതു വന്നാർ, ഞാൻ സ്വർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ചു പോയി, ഞാൻ നരകത്തെക്കുറിച്ചും ആലോചിച്ചു പോയി. സ്വർഗ്ഗത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ
ആ സ്വർഗ്ഗത്തിന്റെ വിശാലമായ അവിടുത്തെ അവസ്ഥകള്, അവിടുത്തെ സുഖാനുഭൂതികള്, അവിടുത്തെ രംഗങ്ങളൊന്നും ആലോചിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ നരകത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ആ നരകത്തിന്റെ ഭയാനക കാരണവും എനിക്ക് ഉറക്കം വരുന്നില്ല. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയാൻ, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് കരയാൻ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് കരയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അതിനൊന്നും ആളുകൾക്ക് സമയമില്ല. ആളുകൾക്കുള്ള ആളുകളുടെ പണി എന്തായോ, മറ്റുള്ളവരെന്താ ചെയ്യുന്നു നോക്കുക. അവന്റെ എന്തെങ്കിലും ന്യൂനത കിട്ടുമോ, അവന്റെ എന്തെങ്കിലും കുറവ് കിട്ടുമോ എന്ന് നോക്കി അത് ഇങ്ങനെ പരസ്യപ്പെടുത്തലാണ് പല ആളുകളുടെയും പണി. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നിർത്തിവെച്ച് അവനാന്റെ കബർ ജീവിതവും അവനാന്റെ മരണവും അവനാന്റെ പരലവും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ആ രണ്ട് രൂപത്തിലും ആ സ്വഹാബി ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നരകം എന്നുള്ളത് ഏറെ ഭീതിജനകമായി കൊണ്ടുള്ള അവസ്ഥയാണ്. ഇവിടുത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടിയോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചൂട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്ന എന്തിനെയാണ്? കല്ലുകളെയും മനുഷ്യരെയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തോട് ചോദിക്കുന്നുണ്ട്. ആ നരകത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, നരകമേ, നീ നിറഞ്ഞുവോ? നിനക്ക് മതിയായോ? നിന്റെ സ്ഥലത്തൊക്കെ ആൾ മുഴുവനായും കൊണ്ടോ? ഇനി ആളിടാൻ കഴിയുമോ എന്ന് നരകത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ആ നരകം പറഞ്ഞു പോകുന്നത് ഫതഖൂലു ഹൽ മിൻ മസീദ്, പടച്ചവനെ ഇനിയുമുണ്ടെങ്കിൽ ധാരാളം പോന്നോട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഒരു ചെറിയ ചൂട് പോലും സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു ചെറിയ ചൂട് പോലും നമുക്ക് സഹിക്കാൻ സാധ്യമാകുന്നില്ല. ആ നരകത്തിലെ ആളുകളോട് മലായികത്തുകൾ ചോദിക്കുന്നുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? ഹറാമിലൂടെ ജീവിക്കണ്ട, ബാധ്യതകൾ നിർവഹിച്ചോ, സാമ്പത്തികമായി കൊണ്ടുള്ള ശ്രദ്ധകളൊക്കെ കൈവരിച്ചോ, ഉമ്മയെയും ഉപ്പയെയും പരിഗണിച്ചോ, പണം സമ്പാദിക്കുന്ന മാർഗം നേരായ രൂപത്തിലാക്കിക്കോ, ഇങ്ങനെ നന്മകൾ പറഞ്ഞു തരാൻ നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ എന്ന് ആ മലായികത്തുകൾ നരകവാസികളോട് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ നരകവാസികൾ പറയുന്നുണ്ട്, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നു, ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നു. ഫതദ്ദബ്നാ, പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കുകയാണ് ചെയ്തത്. വിശ്വാസികളെ, നന്മകൾ ആര് പറഞ്ഞു തന്നാലും, നന്മയുടെ വാക്കുകൾ ആര് പറഞ്ഞു തന്നാലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണം. അതൊരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് തള്ളിവിടരുത്, അത് നമ്മുടെ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് തള്ളിവിടരുത്. അല്ലാഹുവിന്റെ ദീനായ നമുക്ക് പരിചയപ്പെടുത്തി തന്നാലും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ നരകാവകാശികളുടെ കൂട്ടത്തിൽ ഒരുപക്ഷേ നമ്മൾ പെട്ടുപോകാം. ആ നരകത്തിലെ ആളുകളും സ്വർഗ്ഗത്തിലെ ആളുകളും തമ്മിൽ നടക്കുന്ന സംഭാഷണം പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ സൂറത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നരകത്തിലെ ആളുകൾ സ്വർഗ്ഗത്തിലെ ആളുകളോട് ചോദിക്കുന്നതായോ, ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമെന്നാണ്. പല ചോദ്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? കാരണം എന്താ, അത്രയേറെ ദാഹമാണ്, പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. നോക്കൂ നിങ്ങൾ, അല്ലേ, ആ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനോട് വിശ്വാസികളെ അവിടുത്തെ മലായികത്തുകൾ, മലായികത്തുൽ ഇലാമുൻ ശിദാദുൻ, കഠിന ഹൃദയരായി കൊണ്ടുള്ള മലക്കുകളാണ്. അവരുടെ മനസ്സിൽ ഒരു അലിവോ സ്നേഹമോ സഹിഷ്ണുതയോ വാത്സല്യമോ ഒന്നും വരില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള മലക്കുകളെയാണ് നരകത്തിന്റെ കാവൽക്കാരായി അവർ നിശ്ചയിച്ചിട്ടുള്ളത്. ആ മലക്കിനോട് ഈ നരകവാസികൾ പറയുകയാണ്, മാലിക്കേ, നിന്റെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് ഇല്ലാതാക്കി കളയാൻ പറയുമോ? നരകത്തിലെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? സുന്ദരായ മൂച്ചു ഫീഹാ വലാ യഹ്യാ, അവിടെ ജീവിതവുമില്ല, മരണവുമില്ല.
അതിനിടയിലുള്ള വല്ലാത്ത ഒരു പ്രയാസത്തിൽ ഈ നരകവാസികൾ ഇങ്ങനെ കടന്നു എഴിയുമ്പോൾ അവർ പറയുന്ന വാചകമാണ്, ഞങ്ങളുടെ കഥയൊന്ന് കഴിച്ചു കളയാൻ, ഞങ്ങളുടെ ജീവനെ ഒന്ന് ഇല്ലാതാക്കി കളയാൻ റബ്ബിനോടൊന്ന് പറയുമോ എന്ന് പറയുന്ന സന്ദർഭങ്ങളിലൂടെ മാലിക് എന്ന മലക്ക് പറയുന്നു, നിങ്ങൾ അവിടെ താമസിച്ചു കൊള്ളുക, നിങ്ങളുടെ സ്ഥാനം ഇന്ന് അവിടെയാണ്. ഞാൻ നിന്റെ കൂടെ ഉൾപ്പെടുത്തിയെന്താണ് പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന്റെ വിശാലത അറിയാൻ വേണ്ടിയിട്ടാണ്. നരകത്തിന്റെ അവസ്ഥ നമുക്കാർക്കും ആ നരകത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹമില്ല. നിരന്തരമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരുപാട് വചനങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് പറയാം, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗ്ഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. നമ്മുടെ വീട്ടില് കുറച്ചൊക്കെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ കൊണ്ടുവന്നാൽ, ഒരു പരമധാനിയോ അല്ലെങ്കിൽ സോഫയോ കുറച്ച് പൂച്ചട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു കണക്കുകളുമുണ്ട് അല്ലെ, എന്നുമില്ലാത്ത ഒരു ആനന്ദം. അത് നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്ര പതിമടങ്ങായിരിക്കും പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗ്ഗത്തിൽ നമുക്ക് ലഭിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞതായോ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തോപ്പുകളിലും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ മുത്തഖീന ഫീ ദിലാലിൻ വഉയൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തിന്റെ തണലുകളിലും അരുവികളിലുമായിരിക്കും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ മുത്തഖീന മഫാസ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വിജയമുണ്ട്. ഇതൊക്കെ തഫ്സീർ നമ്മൾ അമാനിമോയിലൂടെ തഫ്സീർ എടുത്ത് വായിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര കാര്യങ്ങൾ പഠിക്കാമെന്ന് അറിയും. ഇവിടൊക്കെ ഈ ആഴ്ചയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓട്ടിക്ക് പറഞ്ഞ സൂക്ഷ്മത എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ. തഖ്വ അത് വേണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ആ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ നിലനിർത്തുക. ഇതിന്റെ അർത്ഥം ദുനിയാവിലൂടെ ജീവിക്കുമ്പോൾ വെറും സ്വർഗ്ഗവും നരകവും ഇബാദത്തിൽ മാത്രം മുന്നിൽ ജീവിക്കാന്നല്ല കേട്ടോ. അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു കാലത്ത് 24 മണിക്കൂർ ഇബാദത്തുകളിലൂടെയുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ല. നോക്കൂ നിങ്ങൾ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് വിവാഹം കഴിഞ്ഞ ഹൗല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ പുതുമണവാട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ആ മോളോട് ചോദിക്കുകയാണ്, ആ വനിതയോട് ചോദിക്കുകയാണ്, അല്ല ഹൗല, ഒരു പുതുമണവാട്ടിയുടെ ഒരു ലക്ഷണമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. അഥവാ ഇന്ന് വിവാഹം കഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ആനന്ദമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹൗല ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങി നിൽക്കേണ്ടത്? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചമഞ്ഞു നിൽക്കേണ്ടത്? എന്റെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മഅ്ഊൻ എന്നെ ആവശ്യമില്ല. എപ്പോ നോക്കിയാലും അദ്ദേഹം ഇബാദത്തിലാണ്, എപ്പോ നോക്കിയാലും അദ്ദേഹം ദിക്റിലാണ്, നോമ്പുകാരനാണ്. എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, എന്റെ അവസ്ഥകളെ ഒന്ന് ചോദിച്ചറിയാൻ, എന്നെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ, എന്നെ ഒന്ന് പരിഗണിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങി നിൽക്കേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു മഅ്ഊനിനെ വിളിക്കുകയാണ്. എന്നിട്ട് ആ സഹാബിയോട് ചോദിക്കുകയാണ്, ഉസ്മാൻ, നിന്നെക്കുറിച്ച് ഇന്ന പരാതികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞ കണ്ണുമായി കൊണ്ടതാ മഹാനായ ഉസ്മാൻ ഇബ്നു മഅ്ഊൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ,
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയ അവതീർണമായതിനു ശേഷം സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ എനിക്ക് സാധിക്കുന്നില്ല നബിയേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഉസ്മാൻ സൂറത്തുൽ വാഖിയ അവതീർണമായത് എനിക്കാണെങ്കിൽ ഞാൻ കുടുംബബന്ധം ചേർക്കുന്നുണ്ട് ഉസ്മാൻ, ഞാൻ ബാധ്യതകളെ നിർവഹിക്കുന്നുണ്ട് ഉസ്മാൻ. നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാത്ത ഒരു നിമിഷവും നീ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സ്വാതന്ത്ര്യം തെറ്റിയിട്ടുണ്ടോ? സൂറത്തുൽ വാഖിയ ഒന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ. ജുമാ ഖുതുബ കഴിഞ്ഞ് എല്ലാവരും കൊണ്ടുപോയി വായിക്കേണ്ട അധ്യായമാണ് സൂറത്തുൽ വാഖിയ. മഹാന്മാരുടെ തഫ്സീറിൽ വിശാലമായിട്ട് വിവരിക്കുന്നുണ്ട്. സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ്. മനസ്സറിഞ്ഞ് വായിക്കുന്നവൻ അവൻ കരയും, അവന്റെ ഹൃദയം പിടക്കും, അവന്റെ ഹൃദയം ലോലമാകും. അത്രയേറെ പ്രയാസപ്പെടുന്ന, അത്രയേറെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന, വായിക്കുമ്പോൾ പ്രയാസം വരുന്ന അവസ്ഥകൾ ആ അധ്യായത്തിൽ ഉണ്ട്. ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആകെ മാനസാന്തര പ്രയാസമായി. അതുകൊണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തെ പോലും മാറ്റിവെച്ച ആ സ്വഹാബി. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമുക്ക് മാതൃകയുണ്ട്. അതുകൊണ്ട് ബാധ്യതകളെ നിർവഹിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക, നന്മയിൽ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അൻ അക്സറു മാ യുദ്ഖിലു നാസൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ അധികം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണം എന്താണ്? ഏത് വിഷയത്തിലാണ് ജനങ്ങളിൽ അധികം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഏത് രംഗത്തും ആരറിയുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ടെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം. അല്ലേ? കാഷ്യറായിട്ട് നമ്മുടെ ഷോപ്പിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ അവിടെ ഇല്ല എങ്കിലും, ഞാനിത് എടുത്താൽ ആരും അറിയില്ലെങ്കിലും എന്റെ റബ്ബറിയും എന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി നിന്നാൽ അത് തെക്കുകയാണ്, ഇത് സൂക്ഷ്മതയാണ്. അല്ലെ? നടന്നു പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ പരിചയമുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അല്പം പണം കൈകളിൽ കിട്ടിയാൽ ഇത് എനിക്ക് അർഹതപ്പെട്ടതല്ല, ഇത് എന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ടതല്ല, ഇത് ഞാൻ എടുത്താൽ എന്റെ റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും എന്നുള്ള ചിന്തയോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കൽ തഖ്വയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ആ തഖ്വയുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുസ്നുൽ ഖുൽഖ്. ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. എന്താ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് അയാൾക്കൊന്ന് കൈ കൊടുത്ത് എന്തൊക്കെ നിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പുഞ്ചിരിക്കുന്നവനായിരുന്നു, കുട്ടികളോട് സലാം പറയുന്നവനായിരുന്നു, സ്വഹാബത്തിനെ ചേർത്ത് പിടിക്കുന്നവരായിരുന്നു. അല്ലേ? യുദ്ധത്തിൽ പോകുമ്പോൾ പോലും ഞാൻ ഇവിടുത്തെ യോദ്ധാവാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ റസൂൽ, ഞാനാണ് ഉടമസ്ഥൻ എന്ന ചിന്തയോ അഹങ്കാരമോ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടില്ല. സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചിരുന്നു, പരിഗണിച്ചിരുന്നു. അതൊക്കെ ഒരു മുസ്ലിമിന്റെ ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ പുഞ്ചിരിച്ചാൽ അത് സ്വതക്കയാണ്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മളുമായി പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈ കൊടുത്ത് സംസാരിച്ചാൽ പ്രിയപ്പെട്ടവരെ ആ പിണക്കം മാറിയേക്കാം, ബന്ധങ്ങളെ അടുപ്പിക്കാൻ നമുക്ക് സാധ്യമായേക്കാം. അതുകൊണ്ട് സൽസ്വഭാവം നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എല്ലാം അല്ലാഹു നമുക്ക് നൽകുന്ന അവസരങ്ങളാണ്. ഇവിടെ നിന്ന് അല്ലാഹുവിന്റെ അലംഘനീയമായ വിളിക്കുത്തരം നൽകിപ്പോയാൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിലക്കുകയാണ്. നമസ്കാരത്തിന് ചാൻസ് ഇല്ല, ബാധ്യതകൾ നിർവഹിക്കാൻ ചാൻസ് ഇല്ല, അല്ലാഹുവിന്റെ ഭവനത്തെയും അല്ലാഹുവിന്റെ ദീനിയായ സങ്കല്പങ്ങളെയും സഹായിക്കുവാൻ ചാൻസ് ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതിന്റെ മുമ്പ് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ പള്ളിയും മദ്രസയും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടമായ സഹായത്തോടു കൂടിയിട്ടാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ കഴിയുന്ന പരമാവധി എല്ലാവരും സഹായിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ മദ്രസയിൽ പാവപ്പെട്ട കുട്ടികൾ അവരുടെ പഠനം ഏറ്റെടുക്കുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഒരു 6 പേര് കുട്ടികളുടെ വിഷയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു സംരംഭമാണ്. നമ്മുടെ മദ്രസയൊക്കെ തുറന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. പഠനവും അതുപോലെ തന്നെ മറ്റുള്ള പാഠ്യേതര പദ്ധതികളും എല്ലാം നമ്മുടെ മദ്രസകളിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി എങ്ങാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല ഏതെങ്കിലും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളോ ദിക്റുകളോ പഠിച്ചാൽ നമുക്കും അല്ലാഹുവിന്റെ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം സാഹിബിന്റെ ഉമ്മ ഇന്നലെ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നികത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കലും ക്ഷമയും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം മാതാപിതാക്കളുടെ ബാധ്യതകൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന, നമ്മിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്ന 2 വിഭാഗം ആളുകൾ അത് ഉമ്മയും ഉപ്പയുമാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് എന്ത് നന്മകൾ ചെയ്താലും നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الجنة وأعوذ بك من النار. اللهم إنا نسألك الجنة وأعوذ بك من النار. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر لا إله إلا الله.
استووا استقيموا